സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ മലയാളം ക്ലാസ്സുകൾ പറയുന്ന പോലെ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ ആവശ്യമുള്ളതാണ് അല്ലേ. അതിൽ കാറ്റഗറി 1 എടുത്താലും 2 എടുത്താലും നിങ്ങൾക്കറിയാം ഇംഗ്ലീഷും മലയാളവും നമ്മൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. എന്നാൽ 3ഉം 4ഉം എടുത്താൽ നമുക്ക് ഓപ്ഷണൽ ആണ്, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം. ആ രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യണം, ഏറെക്കുറെ എല്ലാവർക്കും വേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇംഗ്ലീഷ്. 30 മാർക്കിനാണ് ഇംഗ്ലീഷിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞാണ്. ആ 30 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാസേജ് എന്ന് പറയുന്ന സാധനം. ഒരു പാസേജ്, ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് തരും. അത് വായിച്ചു നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ചെയ്യണം അല്ലേ. അങ്ങനെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ പാർട്ട് 2 ഇംഗ്ലീഷും പാർട്ട് 3 ഇംഗ്ലീഷും ആണുള്ളത്. 2 ഇംഗ്ലീഷാണ് നമുക്കുണ്ട്. നമുക്കറിയാലോ കാറ്റഗറി 1 and 2 ഒക്കെ. അതിൽ പാർട്ട് 2 ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഒരു പാസേജ് എന്നിട്ട് ഒരു 5ഓ 6ഓ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുക. എന്നാൽ പാർട്ട് 3 ഇംഗ്ലീഷിലേക്ക് പോകുന്ന സമയത്ത് ഒരു പാസേജ് വിത്ത് 10 ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ഈ പാസേജ് വായിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടി കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം വായിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നത്. ഇതും പിന്നെ നമ്മൾ കണക്റ്റഡ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വേറെ നോക്കും. ഓക്കെ, അപ്പോൾ പാസേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എക്സാം ഹാളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പാസേജ് കൃത്യമായിട്ട് നിങ്ങൾ പിന്നെ വായിച്ചിട്ട് വീണ്ടും അതിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ ഒന്ന് വായിച്ച് ആൻസറിലേക്ക് പോകാൻ ശ്രമിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ സമയം ഒരുപാട് പോകും. നമ്മൾ 1, 2, 3 തവണയൊക്കെ പാസേജ് വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മുടെ ടൈം ഒരുപാട് പോകും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ടൈം കൺസ്യൂം എന്ന് മീൻസ് നമുക്ക് ടൈം അധികം വേസ്റ്റ് ചെയ്യാനില്ല. നമുക്ക് കൃത്യമായി മാനേജ് ചെയ്ത് പോകണം. ഓരോ പാർട്ടിനും എത്ര ടൈം വെക്കണം എന്നൊക്കെ നമുക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതാണ് മാക്സിമം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ മുന്നേ പറഞ്ഞ തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് വായിച്ചു നോക്കുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ വിത്ത് ഓപ്ഷൻസ് വായിച്ചിട്ട് 5 എണ്ണം ഇല്ലെങ്കിൽ 5 എണ്ണത്തിന് ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷൻസും വായിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ തന്നിരിക്കുന്ന പാസേജ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ജസ്റ്റ് ഒരു സ്കെച്ച് നമുക്ക് എന്തായാലും കിട്ടും. ദെൻ നിങ്ങൾ ആ പാസേജ് വായിക്കാൻ പോയാൽ ഓരോ ഭാഗത്തെത്തുമ്പോഴും ഈ വായിച്ച ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ പാസേജ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പേന കൊണ്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ഇട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം, മീൻസ് പെട്ടെന്ന് ആൻസർ ബബിൾ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇങ്ങനെയാണ്, ദ എൽ നിനോ ഇവന്റ് ആസ് പെർ ദ പാസേജ് ഒക്കേർഡ് ഇൻ ഡാഷ്. അതായത് എൽ നിനോ ഇവന്റ് എപ്പോഴാണ് നടന്നത് നോക്കാം. 2016, 18, 19, 21 അങ്ങനെ 4 വർഷം തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇനി ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എൽ നിനോ ഇവന്റ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഏത് വർഷം എന്നില്ല, പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. 2, ദി ഓഷ്യൻ ഇക്കോസിസ്റ്റം ഈസ് ഗ്രേറ്റ്ലി എഫക്റ്റഡ് ബൈ. എന്തോ തന്നിട്ടുണ്ട് നോക്കാം. ഡിക്ലൈൻ ഓഫ് കോറൽ റീഫ്സ്, ഡീഓക്സിജനേഷൻ ഓഫ് വാട്ടർ ഡ്യൂ ടു ഹീറ്റ് വേവ്, ഓവർ ചേഞ്ചിങ് ക്ലൈമറ്റ് കണ്ടീഷൻസ് ആൻഡ് ഓൾ ദി അബോവ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇക്കോസിസ്റ്റം, ഓഷ്യൻ ഇക്കോസിസ്റ്റത്തെ കുറിച്ച് എന്തോ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. 3rd ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദിസ് പാസേജ്? ഓക്കെ, വാട്ട് ഈസ് ദിസ് പാസേജ് എബൌട്ട്? എന്തിനെ കുറിച്ചാണ്? റൈസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, മെനൻസ് ഓഫ് ഹീറ്റ് വേവ്, ഡേഞ്ചേഴ്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ ഓൾ ദി എബോ എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാം. ദ ഡെങ്കു ഫീവർ ഈസ് കോസ്ഡ് ബൈ. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഡെങ്കു ഫീവർ ഉണ്ടാവുന്നത് അല്ലേ? ഈഡിസ് മോസ്കിറ്റോ, എ കൈൻഡ് ഓഫ് വൈറസ്, ഹീറ്റ് വേവ്, ഡീഓക്സിജനേഷൻ ഓഫ് വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രാൻസ് ആൻഡ് ജപ്പാൻ സെറ്റ് അപ്പ് എമർജൻസി റൂം അഡ്മിഷൻസ് ബിക്കോസ് ഓഫ് ഡാഷ്. നോക്കാം, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്തായാലും അവിടെ ഫ്രാൻസിനെയും ജപ്പാനെയും കുറിച്ച് വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ തന്നെ സ്ട്രൈക്ക് ആവും, ഉറപ്പാണ്. ഡെങ്കു ഫീവർ, ഹീറ്റ് റിലേറ്റഡ് അയിൽമെന്റ്സ്, പിന്നെയോ ഫുഡ് ക്രൈസിസ്, അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ നോക്കി, നീഡ് ഓഫ് ദി അവർ മീൻസ്. നീഡ് ഓഫ് ദി അവർ മീൻസ്, അപ്പോൾ അവിടെ പറയുന്നുണ്ടോ നീഡ് ഓഫ് ദി അവർ എന്നുള്ള എന്തോ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതാണ് ചോദിച്ചത്. ദ മോസ്റ്റ് യൂസ്ഫുൾ ടൈം, ദ ടൈം വെൻ ഹെൽപ്പ് ഓർ ആക്ഷൻ ഈസ് മോസ്റ്റ് നീഡഡ്, ദ ടൈം ലാബ്സ് വി എക്സ്പീരിയൻസ്, ആൻഡ് ഓപ്ഷൻ ഡി, ദ ഡ്യൂറേഷൻ ഓഫ് ടൈം നീഡഡ് ഫോർ ആൻ ആക്ഷൻ. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, പാരഗ്രാഫ് നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. തന്നിരിക്കുന്ന പാസേജ് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഐഡിയ കിട്ടും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളിപ്പം ഇതിപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അണ്ടർലൈൻ ഒന്നും ഇട്ട് വെക്കാൻ പറ്റില്ല. പക്ഷേ എക്സാം ഹോളിൽ പോയി ഉറപ്പാണ് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും ഇപ്പോൾ നിലവിൽ അണ്ടർലൈൻ ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവണം. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ പാരഗ്രാഫ് ഒന്ന് കൃത്യമായിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് പോസ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ അടുത്ത ഭാഗം കൂടെ ഒന്ന് ഇവിടെ ഓപ്പൺ ചെയ്ത് തരാം. അതാ അടുത്ത ഭാഗം കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രണ്ടും കൃത്യമായിട്ടൊന്ന് പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇവിടെ നോക്കാം. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് യൂറോപ്പ്
all witnessed record-setting high temperature in 2019. In Japan, a major heat wave event resulted in over 100 deaths and an additional 18,000 hospitalizations. In France, over 20,000 emergency room admissions were recorded for heat-related illness between June and mid-September. Furthermore, during 2 summer heat waves, there were a total of 1,462 excess deaths in the affected regions. More worryingly, ever-changing climatic conditions have made it easier for the Aedes mosquito species to transmit the dengue virus. The global incidence of dengue has increased exponentially in recent decades, and about half the world's population is now at the risk of infection. Climate variability and extreme weather events are among the key causes of the recent rise in global hunger. After a decade of steady decline, hunger is on the rise again. Over 820 million people suffered from hunger in 2018. 33 countries were affected by food crisis in 2018. Almost all of these countries fell prey to climate variability and weather extremes, in addition to economic shocks and conflicts. Deoxygenation, that is the process of removal of oxygen from liquids such as water. That is deoxygenation. Okay, deoxygenation is a major threat to ocean ecosystems, and the well-being of people depends on them. Coral reefs, one of the coastline protectors and among the most valuable natural ecosystems, are projected to decline to 10 to 30% of their former cover at 1.5 degrees Celsius globally. Global warming, and less than 1% at 2 degrees Celsius warming. 2019 recorded a global average temperature 1.1 degrees Celsius above the estimated pre-industrial levels. This was second only to the record set in 2016, when a very strong El Nino event contributed to an increased global mean temperature above the overall warming trend. In 2019, the ocean experienced on an average nearly 2 months of unusually warm temperatures. Nearly 84% of the ocean experienced at least one marine heat wave. Consumption of less fossil fuels, eliminating CFCs altogether, and slowing down deforestation, etc. are suggested as the need of the hour. ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഞാൻ വായിക്കുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി പോസ് ചെയ്തിട്ട് കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിന്റെ ആൻസറിലേക്ക് വരണം. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ എന്തൊക്കെയാണ് ചോദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, കൃത്യം ആൻസേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ദി എൽ നിനോ ഇവന്റ് ആസ് പെർ ദ പാസേജ് ഒക്കേർഡ് ഇൻ ഡാഷ്. എപ്പോഴാണ് എൽ നിനോ ഇവന്റ് പിന്നെ ഒക്കെ സംഭവിച്ചിരിക്കുന്നതാണ് ചോദിച്ചത്. ഏത് വർഷമാണ്? 2016, 18, 19, 21. ഇപ്പൊ ലാസ്റ്റ് ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയപ്പോഴാണ് ഇൻ ദ ഇയർ 2016 അല്ലെ എൽ നിനോ ഇവന്റ് ഒക്കേർഡ്, ഓർ എൽ നിനോ ഇവന്റ് ഒക്കേർഡ് ഇൻ 2016. സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരിക്കാം. നെക്സ്റ്റ്, the ocean ecosystem is greatly affected by. The ocean ecosystem is greatly affected by എന്നാണ് ചോദിച്ചത്. നോക്കാം, decline of coral reefs, deoxygenation of water due to heat wave, over changing climatic conditions, and option D, all the above എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക, the ocean ecosystem is greatly affected by. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അപ്പോൾ നമുക്ക് എന്താണ് പറയാൻ പറ്റുക, സംശയം ഒന്നും വേണ്ട. ഡിക്ലൈൻ ഓഫ് കോറൽ റീഫ്സിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, ഡീഓക്സിഡേഷൻ ഓഫ് വാട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്, എവർ ചേഞ്ചിങ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി എബോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓൾ ദി എബോ ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. വാട്ട് ഈസ് ദിസ് പാസേജ് അബൌട്ട്? ഓക്കെ, ഇത് എന്തിനെ കുറിച്ചാണ് ഈ ഒരു പാസേജിൽ പറയുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, റൈസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. നെക്സ്റ്റ്, മെനൻസ് ഓഫ് ഹീറ്റ് വേവ്, അതൊരു ഭീഷണി, ഹീറ്റ് വേവിന്റെ ആ ഒരു ചൂടുകാറ്റിന്റെ ഭീഷണിയാണ് പറയുന്നത്. ഓക്കെ, ഡേഞ്ചേഴ്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, ആൻഡ് ഓപ്ഷൻ ഡി, ഓൾ ദി അബോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, റൈസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷ താപനില കൂടുന്നതിനെ കുറിച്ചാണോ, അല്ല ഹീറ്റ് ചൂടുകാറ്റിന്റെ ഭീഷണിയെ കുറിച്ചാണോ,
അല്ല ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണോ അല്ല ഇതിനെല്ലാത്തിനെയും കുറിച്ചാണോ എന്നാണ് ചോദിക്കുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എന്താണ് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റിയത് 3 കാര്യങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് ഓൾ ദി എബോവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വാട്ട് ഈസ് ദ പാസേജ് അബൌട്ട്? ദ പാസേജ് ഈസ് അബൌട്ട് ഓൾ ദി എബോവ്. ഓക്കെ, നെക്സ്റ്റ്. ദ ഡെങ്കു ഫീവർ ഈസ് കോസ്ഡ് ബൈ. ഡെങ്കു ഫീവറിന് കാരണമാവുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും നമുക്ക് പറയേണ്ടതായിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. ഡെങ്കു ഫീവർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഈഡിസ് ഈജിപ്തി മോസ്കിറ്റോ ആണ് അതിന്റെ റീസൺ അല്ലേ. സോ നമുക്ക് ഡയറക്റ്റ് പറയാം ഈഡിസ് മോസ്കിറ്റോ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്നിരുന്നാലും നമ്മളൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈഡിസ് മോസ്കിറ്റോ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓക്കെ, അടുത്ത കാര്യം നോക്കിയാൽ നിങ്ങൾ, ഫ്രാൻസ് ആൻഡ് ജപ്പാൻ സെറ്റപ്പ് എമർജൻസി റൂം അഡ്മിഷൻസ് ബിക്കോസ് ഓഫ് ഡാഷ്. ഓക്കെ, ഫ്രാൻസ് ആൻഡ് ജപ്പാൻ, ഫ്രാൻസും ജപ്പാനും ആണ് അല്ലേ. ജപ്പാൻസ് എന്താണ് സെറ്റപ്പ് എമർജൻസി റൂം അഡ്മിഷൻസ് ബിക്കോസ് ഓഫ് ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ നോക്കിയേ, ഡെങ്കു ഫീവർ കൊണ്ടാണ് അല്ലെ, ബിക്കോസ് ഓഫ് ഡെങ്കു ഫീവർ. ഹീറ്റ് റിലേറ്റഡ് അയൽമെന്റ്സ് അല്ലെ, അതായത് ചൂട് കാരണമായിട്ടുള്ള അസുഖങ്ങൾ കാരണം. ഓക്കെ, അതാണ് അയൽമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അസുഖം, ഹീറ്റ് റിലേറ്റഡ് അയൽമെന്റ്സ്. ഫുഡ് ക്രൈസിസ്, അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ എന്തുകൊണ്ടായിരിക്കും ഫ്രാൻസും ജപ്പാനും ഒക്കെ ഇങ്ങനെ എമർജൻസി റൂം അഡ്മിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുക? അഡ്മിറ്റ്, അതാണ് ഒരു പാരയിൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് പാരയിൽ പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്ന ഏതാണ്? സംശയം വേണ്ട, ഹീറ്റ് റിലേറ്റഡ് അയൽമെന്റ്സ് എന്നുള്ളതാണ് കേട്ടോ. ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കാരണമാണ് അവർ എമർജൻസി റൂം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്, സെറ്റപ്പ് ചെയ്തത്. അടുത്തത്, നീഡ് ഓഫ് ദി അവർ മീൻസ്. എന്താണ് നീഡ് ഓഫ് ദി അവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത്. നീഡ് ഓഫ് ദി അവർ മീൻസ് എന്നാണ് പറഞ്ഞത്. നോക്കിയേ, ദ മോസ്റ്റ് യൂസ്ഫുൾ ടൈം, ദ ടൈം വെൻ ഹെൽപ്പ് ഓർ ആക്ഷൻ ഈസ് മോസ്റ്റ് നീഡഡ്, ദ ടൈം ലാപ്സ് വി എക്സ്പീരിയൻസ്, ആൻഡ് ഓപ്ഷൻ ഡി ദ ഡ്യൂറേഷൻ ഓഫ് ടൈം നീഡഡ് ഫോർ ആൻ ആക്ഷൻ. അപ്പൊ ഇവിടെ എന്താണ് ഈ പറയുന്ന നീഡ് ഓഫ് ദി അവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. നീഡ് ഓഫ് ദി അവർ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. നീഡ് ഓഫ് ദി അവർ, അതായത് ഇത്തരത്തിൽ ഈ ഒരു ക്രൈസിസിനെ ഇതാക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നീഡ് ഓഫ് ദി അവർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നീഡ് ഓഫ് ദി അവർ എന്നുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദ ടൈം വെൻ ഹെൽപ്പ് ഓർ ആക്ഷൻ ഈസ് മോസ്റ്റ് നീഡഡ് എന്നാണ്. നമുക്ക് എപ്പോഴാണോ ഏറ്റവും കൂടുതലായിട്ടുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ നമുക്ക് വേണ്ടത്, ആ ഒരു ടൈമിനാണ് നീഡ് ഓഫ് ദി അവർ എന്ന് പറയുക. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു സഹായം വേണമെങ്കിൽ ആ ഒരു ടൈമിനെ പറയുന്ന പേരാണ് നീഡ് ഓഫ് ദി അവർ. ഓക്കെ, ദാറ്റ് ഈസ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ ടൈം വെൻ ഹെൽപ്പ് ഓർ ആക്ഷൻ ഈസ് മോസ്റ്റ് നീഡഡ്. അതാണ് കറക്റ്റ് ആൻസർ. കിട്ടിയല്ലോ. നെക്സ്റ്റ്, അടുത്ത നോക്കാം. പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 6 ക്വസ്റ്റൻ ഉള്ളത്. ബാക്കി ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആണ് നോക്കാം. ഐ നെവർ ഡ്രിങ്ക് ടീ ഡാഷ്. ക്വസ്റ്റൻ ടാഗ് ആണ്, ടാഗ് കൊടുക്കാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും. ഐ നെവർ ഡ്രിങ്ക് ടീ ഡാഷ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഐ നെവർ ഡ്രിങ്ക് ട്രീ. നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ടാഗ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവിലായിരിക്കും. സെന്റൻസ് നെഗറ്റീവിലാണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇനി നോക്കിയേ, ഇവിടെ തന്നെ മനസ്സിലാവും. സെന്റൻസ് ഐ നെവർ, നെവർ മീൻസ് എന്താണ്, ഇത് നെഗറ്റീവിലാണുള്ളത്. അപ്പൊ നമ്മുടെ ടാഗ് ഉറപ്പായിട്ട് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നോക്കിയേ, വിൽ ഐ, ഡിഡ് ഐ, ഡു ഐ, ഡോണ്ട് ഐ. അപ്പൊ ഇതിൽ നമുക്ക് പറയാൻ പറ്റുമോ? എന്തായാലും ഡോണ്ട് ഐ ഒന്നും വരില്ല, കാരണം നമുക്ക് എന്താണ് ടാഗ് പോസിറ്റീവിലായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഡു നോട്ട് ഒന്നും ആവശ്യമില്ല. അപ്പൊ ഐ നെവർ ഡ്രിങ്ക് ടീ, then അതിന്റെ ടാഗ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഡു ഐ എന്നുള്ളതാണ് കേട്ടോ. ഡു ഐ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡു ഐ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഐ നെവർ ഡ്രിങ്ക് ടീ, ഡു ഐ. നെക്സ്റ്റ്, മൈ സൺ കുക്സ് വെരി വെൽ ഡാഷ്. ഇതും ടാഗ് തന്നെയാണ്. മൈ സൺ കുക്സ് വെരി വെൽ അല്ലേ. ഏതാ ടാഗ് വരിക? ക്യാൻ ഹി, കാണ്ട് ഹി, ഡസ് ഹി, ഡസിന്റ് ഹി എന്നൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ സെന്റൻസ് നോക്കിയാൽ മൈ സൺ കുക്സ് വെരി വെൽ. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് വേർഡ്സോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. എന്ന് വെച്ചാൽ എന്താണ്, ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കാം. ഒന്ന് ക്യാൻ ഹി ആവശ്യമില്ല, അടുത്ത ഡസ് ഹി അതും വേണ്ട. ഇനി ഇപ്പോൾ ഉള്ളത് കാണ്ട് ഹി, അതുപോലെ തന്നെ ഡസിന്റ് ഹി. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ വരും. അപ്പൊ നോക്കുക, മൈ സൺ കുക്സ് വെരി വെൽ. അപ്പൊ നമ്മുടെ ടാഗ് വരുന്നത് ഡസ് നോട്ട് ആണ്, ഡസിന്റ് ഹി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ. അടുത്തത്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ നമ്മൾ എക്സാമിന് ഉറപ്പായിട്ടും കറക്റ്റ് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. 1 2 വരാം. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊത്തം ക്വസ്റ്റനും ഒരൊറ്റൊരു എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഒരൊറ്റൊരു എക്സാം, നമ്മൾ മിക്സ് ചെയ്ത ക്വസ്റ്റൻ അല്ല, ഒരു എക്സാമിന് വന്ന ക്വസ്റ്റൻസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 2 ടാഗ് എക്സാമിന് വന്നിട്ടുണ്ട്. അടുത്ത നോക്കിയ ഒരു സ്പെല്ലിംഗ് കറക്റ്റ് സ്പെൽഡ് ആണ് നോക്കിയേ. എല്ലാ ഓപ്ഷൻ നോക്കാൻ മനസ്സിലാവും. ബ്യൂറോക്രസിയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ബ്യൂറോക്രസിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡൊക്കെ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത്, അറിയുന്ന വേർഡാണെങ്കിൽ ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് അത് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നോക്കിയേ, ബ്യൂറോക്രസി. എങ്ങനെയാണ് നമ്മൾ ബ്യൂറോക്രസി എഴുതുക? കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബ്യൂറോക്രസി എന്ന് വെച്ചാൽ സാധാരണ വരുന്നത് ഇങ്ങനെയാണ്. ബ്യൂറോ, ബ്യൂ
ബ്യൂ വരും, പിന്നെ റിയ എന്നാണ് വരിക, ബ്യൂറിയ, പിന്നെ യു, പിന്നെ ക്രൈസി. ഓക്കെ, ബ്യൂറിയ ക്രൈസി ഇങ്ങനെയാണ് വരിക. ബ്യൂറിയ യു ക്രൈസി, ബ്യൂറിയ യു ക്രൈസി എന്ന് ഓർത്താൽ മതി. ബ്യൂറിയ യു ക്രൈസി, അതാണ് ബ്യൂറോക്രസി. ഇനി നോക്കിയേ, BUREAUCRACY എന്ന് പറഞ്ഞാൽ ഏതാണ് ഒരു ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എ ആണ് ബ്യൂറോക്രസി. ഇത് കൂടുതലും വന്ന് കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചാൽ ബ്യൂറിയായുക്രേസി. അപ്പൊ ക്രേസിയുടെ സി സെഡ് അല്ല, സി ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം ലാസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം, ബ്യൂറിയായുക്രേസി എന്ന് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പെല്ലിംഗ് നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ സെയിം അതുപോലെ തന്നെയാണ്. ഇത് അടുത്ത ഒരു സ്പെല്ലിങ്ങിന്റെ തന്നെ ക്വസ്റ്റ്യൻ തന്നെയാണ്. കറക്റ്റ് സ്പെല്ലിംഗ് ഹരാസ്മെന്റ് ആണ് എല്ലാവരും തന്നത്, ഹരാസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഹരാസ്മെന്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഹരാസ്മെന്റ് ഏതാണ് വരിക കറക്റ്റ് ആയിട്ടുള്ള ഹരാസ്മെന്റ്? ശരിക്ക് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഹരാസ്മെന്റ് അല്ലെ. ഹരാസ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഞാൻ പറഞ്ഞുതരാം. ഹര എന്ന് എഴുതും. ഹരാസ്മെന്റ് ഇങ്ങനെ ഓർത്താൽ മതി. ഹരാസ്മെന്റ് ആണ്. ഹരാസ്മെന്റ്. ഓക്കെ, ഇതാണ് ഹരാസ്മെന്റ് എന്ന് വെച്ചാൽ 2 S ഉണ്ടാവും ഹരാസ്മെന്റിൽ. ക്ലിയർ? അപ്പൊ ഹരാസ്മെന്റ് സ്പെല്ലിംഗ് കിട്ടിയില്ലേ? ഹരാസ്മെന്റ്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഹരാസ്മെന്റ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഹരാസ്മെന്റ്. അപ്പൊ ബ്യൂറോക്രസി കിട്ടിയല്ലേ, ബ്യൂറിയായുക്രേസി. അടുത്തത് ഹരാസ്മെന്റ്, അതാണ് ഹരാസ്മെന്റ്. ഇങ്ങനെ പറയാൻ കാരണം ഇത് കൂടുതൽ കണ്ടിട്ടുണ്ട്, ഈ 2 വേർഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം കുറെ ആളുകൾക്ക് 2 R ആണോ 2 S ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ വന്നിട്ട് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയാണ് ഇതിൽ വന്നിട്ടുള്ള ഈ 2 വാക്ക്. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ ടൈപ്പിലും ചോദിക്കാറുണ്ട്. എങ്ങനെയാണെന്ന് വിചാരിച്ചാല് ഇവിടെ ഇപ്പോൾ എല്ലാ ഓപ്ഷനും സെയിം വേർഡ് ആണ്, സ്പെല്ലിംഗ് മാത്രം മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. ചിലതിൽ എന്ത് ചെയ്യുന്ന അറിയോ, 4 വേർഡ്സ് നിങ്ങൾക്ക് തരും. അതിൽ ഒരെണ്ണം മാത്രം കറക്റ്റ് ഉണ്ടാവും, ഒരെണ്ണം ബാക്കി 3 തെറ്റായിരിക്കും. അപ്പോൾ കറക്റ്റ് സ്പെൽഡ് വേർഡ് ഏതാണെന്നുള്ളത് എഴുതാൻ പറ്റും. എന്നാൽ നേരെ തിരിച്ചിട്ട് എന്ത് ചെയ്യും, 3 ശരിയും 1 തെറ്റും തരും. അതിന് ചോദിക്കുക തെറ്റായ വേർഡ് ഇതിൽ ഏതാണെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ പല ടൈപ്പിൽ ഇവിടെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ അതൊന്ന് നോക്കുന്ന നല്ലതായിരിക്കും. ഇതൊന്നും അങ്ങനെ എല്ലാ വേർഡും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ കൂടുതലായി വന്ന് കണ്ടിട്ടുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബ്യൂറോക്രസി, ഹരാസ്മെന്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ 10 ക്വസ്റ്റൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ ആ പാസേജിന് തന്നെയാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് പിന്നെ പാസേജ് സോൾവ് ചെയ്യാൻ വേണ്ടി വായിക്കാൻ വേണ്ടി പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 30 ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷ് 30 മാർക്കിലാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 25 നിങ്ങൾക്ക് പ്ലസ് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. അത് യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞാനൊരു 200 ലൈക്കാണ് ഇവിടെ വെറുതെ പ്രതീക്ഷിക്കാറ്. 200 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കൂടെ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതുക. ഓക്കെ, ആദ്യമായി ചാനൽ ഈ വീഡിയോ കാണാൻ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ വീഡിയോ സെഷനിലൊക്കെ ഒന്ന് പോയി നോക്കുക. നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ക്ലാസ്സുകളും ഇവിടെ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്തോട്ട് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് സൈക്കോളജിയുടെ മലയാളത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. PDF ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്ത പേജിൽ വീഡിയോയിൽ കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം.